യുദ്ധം അവസാനിക്കാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ട്രംപിനും നെതന്യാഹുവിനും തലവേദന സൃഷ്ടിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യുദ്ധത്തിൽ ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി പറയുന്നു. യുദ്ധത്തിൽ ഇറാന് ആവശ്യമായ ഡ്രോണുകൾ എത്തിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്ന് മുതിർന്ന അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറിയെന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിരൂക്ഷമായി തുടരുന്ന യുദ്ധത്തിൽ ഇറാൻ പ്രയോഗിക്കുന്ന മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ റഷ്യ നൽകുന്ന പിന്തുണയുടെ തെളിവുകൾ ആണെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. യുദ്ധക്കെടുതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇറാന് ആവശ്യമായ മരുന്നുകൾ, ഭക്ഷണം, ഡ്രോണുകൾ എന്നിവ റഷ്യ ഇറക്കുമതി ചെയ്തേക്കുമെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ ഇറാനിലേക്ക് ഡ്രോണുകൾ അയക്കുന്നെന്ന വാർത്തകളോട് റഷ്യൻ സൈനിക വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ നിരവധി കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഏതാണ് സത്യമെന്നും അസത്യമെന്നും തിരിച്ചറിയാൻ ആകാത്തൊരു സാഹചര്യമാണ്. ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായി പറയാം. ഇറാനിയൻ നേതൃത്വവുമായി തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഞങ്ങൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ വർഷം റഷ്യയും ഇറാനും തമ്മിൽ ഒരു സ്ട്രാറ്റജിക് പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചിരുന്നു. ആ കരാർ പ്രകാരം റഷ്യ 13 ടൺ മെഡിസിൻ അസർബൈജാൻ വഴി ഇറാനിലേക്ക് കൊടുത്തയച്ചിരുന്നു. പശ്ചിമേഷ്യയെ ഒന്നാകെ ആശങ്കയിലാക്കിയ ഈ യുദ്ധത്തിൽ റഷ്യൻ ഇടപെടൽ മേഖലയെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് അമേരിക്കൻ പ്രതിനിധികൾ നേരത്തെ പ്രതികരിക്കുകയും ചെയ്തു. റഷ്യൻ ഇടപെടൽ മറ്റ് രാജ്യങ്ങളെ പ്രകോപിതരാക്കാനുള്ള സാധ്യതയും വലുതാണ്. ഇറാനെ സഹായിക്കാൻ റഷ്യ തയ്യാറാകുന്നത് ഉക്രൈനെതിരായ അവരുടെ ആക്രമണത്തെ മറച്ചു പിടിക്കാനാണെന്ന് നേരത്തെ ജർമ്മൻ വിദേശകാര്യമന്ത്രി യോവാൻ വേഡ്ഫോലും വിമർശിച്ചിരുന്നു. ഉക്രൈനെതിരായ ആക്രമണത്തെ അപലപിക്കുന്നതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാനാണ് റഷ്യ ഇപ്പോൾ ഇറാനെ സഹായിക്കുന്നതെന്ന് വ്യക്തമാണ്. ഈ കണക്കുകൂട്ടൽ വിജയിക്കുമെന്ന് തോന്നുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള കൂട്ടുകെട്ട് ആശങ്ക ജനിപ്പിക്കുന്നുണ്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയും പ്രതികരിച്ചു. നേരത്തെ ഇറാൻ സൈന്യത്തെ ചെറിയ രീതിയിൽ പുടിൻ സഹായിക്കുന്നുണ്ടാകാം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ആ പിന്തുണ തുടരുകയാണെങ്കിൽ റഷ്യക്കെതിരെ പോരടിക്കുന്ന ഉക്രൈൻ സൈന്യത്തെ സമാനമായ രീതിയിൽ തന്നെ അമേരിക്കയും പിന്തുണയ്ക്കുമെന്നും അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അമേരിക്കയുമായി ചേർന്ന് ഇറാനിൽ ഫെബ്രുവരി 28 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പിന്നാലെയുണ്ടായ സംഘർഷം ഇപ്പോൾ 4 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിൽ ഇതിനോടകം 1937 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 250ഓളം പേരും മരിച്ചവരിൽ പെടും. 20,000ഓളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. അവരിൽ കൂടുതൽ പേരും സ്ത്രീകളും കുട്ടികളുമാണ്.